വകുപ്പ് മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്നു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. അത് പ്രവർത്തകരുടെ നേർക്ക് 4-ലധികം തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമമാണ് പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത്. ബാരിക്കേഡ് മറികടന്ന് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. അവരെ പോലീസ് തടയുകയാണ്. വലിയ രോക്ഷമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് നടത്തുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. പത്തനംതിട്ടയിലടക്കം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും പ്രവർത്തകർ ഈ പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ ഈ സമരം നടത്തുന്നത് എന്നുള്ളതാണ്. അടുത്ത വരും ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കുമെന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിന്റെ ഫലമായിട്ടാണ് തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയുടെ അനക്സിലെ ഓഫീസിന് മുന്നിലേക്ക് KSU പ്രവർത്തകരുടെ അടക്കം മാർച്ച് ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ യൂത്ത് ലീഗിന്റെ അടക്കം പ്രതിഷേധ മാർച്ച്, RYFന്റെ പ്രതിഷേധ മാർച്ച് അടക്കം മന്ത്രിയുടെ വസതിയിലേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഈ പ്രതിഷേധം ശക്തമാക്കുന്നത്. ആരോഗ്യമന്ത്രിയായിട്ടിരിക്കാൻ വീണ ജോർജിന് ഒരു അർഹതയുമില്ല. കോട്ടയത്തെ സംഭവത്തിൽ അതിൽ ബിന്ദുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം മന്ത്രി ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധക്കാർ മന്ത്രി വീണ ജോർജിനെതിരെ ഇത്തരത്തിൽ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത്, പ്രതിഷേധം ശക്തമാക്കുന്നത് എന്നുള്ളതാണ്. കൂടുതൽ തവണ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. പക്ഷേ പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ബാരിക്കേഡ് ശക്തമായിട്ട് മറച്ചിടാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തുന്നു. പ്രവർത്തകർക്ക് നേരെ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. തുടർച്ചയായിട്ട് പ്രവർത്തകർക്ക് നേരെ പോലീസ് ശക്തമായിട്ട് ജലപീരങ്കി പ്രയോഗം നടത്തുകയാണ്. അതായത് ബാരിക്കേഡ് മറികടന്ന് മന്ത്രിയുടെ വസതിയിലേക്ക് ഒരു കാരണവശാലും പ്രവർത്തകരെ കടത്തിവിടാത്ത രീതിയിൽ സമരക്കാർക്കെതിരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ്. മന്ത്രി നിലവിൽ ജില്ലയിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി പത്തനംതിട്ടയിലാണ് ഉള്ളത് എന്നുള്ളത് അറിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും മന്ത്രിയുടെ വസതിയിലേക്കാണ് കൂടുതൽ അധികം സംഘടനകളും പ്രതിഷേധ മാർച്ചുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോഴും പ്രവർത്തകർ മടങ്ങിപ്പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഓരോ ജലപീരങ്കി പ്രയോഗം കഴിയുമ്പോഴും പ്രവർത്തകർ ശക്തമായിട്ട് ബാരിക്കേഡിന് മുന്നിലേക്ക് പോകുന്നു. ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമം നടത്തുന്നു. മന്ത്രിക്കെതിരെയുള്ള ബാനർ ഉൾപ്പെടെ പോലീസിന് നേരെ വലിച്ചെറിയുന്നു. കൊടികൾ ഏന്തിയ പൈപ്പുകൾ പോലീസിന് നേരെയും ജലപീരങ്കി വാഹനത്തിന് നേരെയും ഒക്കെ എറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ തങ്ങളുടെ രോക്ഷം കാണിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം മാർച്ചുകൾ അത് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് ഒരു തുടക്കം മാത്രമായിരുന്നു ഇന്നലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മന്ത്രി രാജിവെച്ച് പുറത്തു പോകുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും നടത്തുമെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതിന്റെ തുടർച്ചയായിട്ട് സമരങ്ങൾ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ മന്ത്രിക്കെതിരെ ഉയർത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ഹാരിസ് ഇറക്കലിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ആരോഗ്യവകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയും ഒക്കെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നിട്ടുണ്ടായിരുന്നു. സർക്കാർ മെഡിക്കൽ കോളേജുകൾ പലതും അത് വളരെ അവസ്ഥയിലാണ്. അതായത് രോഗികൾക്ക് ചികിത്സ നൽകാൻ കഴിയാത്ത രീതിയിലുള്ള ഉപകരണക്ഷാമം ഉൾപ്പെടെ കെട്ടിടങ്ങൾ വലിയ ശോചനീയാവസ്ഥയിൽ എന്ന വിഷയം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയുള്ള വിമർശനങ്ങൾ മന്ത്രിക്കെതിരെ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുകയും അതിൽ ബിന്ദു എന്ന സ്ത്രീക്ക് മരണം വരിക്കേണ്ടിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ബിന്ദുവിന്റെ മരണം മന്ത്രി ഏറ്റെടുക്കണം, മന്ത്രിക്കാണ് മരണത്തിന്റെ ഉത്തരവാദിത്തം എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘങ്ങൾ ഒരുപോലെ ഉന്നയിക്കുന്നത്. മന്ത്രി ആ കെട്ടിടത്തിൽ ആളില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താലാണ് വേണ്ട വിധത്തിലുള്ള പരിശോധനകൾ നടക്കാതെ പോയത്. അതിനാലാണ് ബിന്ദുവിന് മരിക്കേണ്ടതായിട്ട് വന്നത് എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് മന്ത്രിക്കെതിരെ എല്ലാവരും തന്നെ പ്രതിഷേധം ശക്തമാക്കുന്നത് എന്നുള്ളതാണ്. വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമം നടത്തുകയാണ്. പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറല്ല. പ്രവർത്തകർ വീണ്ടും മറുവശത്തേക്ക് ബാരിക്കേഡ് മറച്ചിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അത്തരത്തിൽ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എങ്ങനെയെങ്കിലും ബാരിക്കേഡ് മറികടന്ന്
ചാടി പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം. ഇപ്പോൾ ഇപ്പുറത്തെ ഗ്രൗണ്ടിൽ മതിൽ ചാടി മതിൽ ചാടി ഔദ്യോഗിക വസതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത് എന്നുള്ളതാണ്. അത് പോലീസ് അത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അതായത് 2 ജലപീരങ്കി വാഹനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണെങ്കിൽ തടയാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ജലപീരങ്കി വാഹനങ്ങൾ 2 എണ്ണം അപ്പുറത്ത് വെച്ചിരിക്കുന്നത്. പോലീസുകാരൊക്കെ തന്നെ ഈ ബാരിക്കേഡിന് അപ്പുറത്താണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ പ്രവർത്തകർ ഈ സമീപമുള്ള മതില് ചാടിക്കടന്ന് ഗ്രൗണ്ടിലേക്ക് കടക്കുകയും അവിടെ നിന്ന് വസതിയിലേക്ക് പോകാനുമുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിനെ പോലീസ് തടയുന്നു. പോലീസ് വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ചില പ്രവർത്തകർ മതില് ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പല പ്രവർത്തകരും മതില് ചാടിക്കടന്ന് അപ്പുറത്ത് എത്തി എന്നുള്ളതാണ്. ഈ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചധികം പ്രവർത്തകർ മതിൽ ചാടി അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയാൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഈ ഒരു ബാരിക്കേഡ് മറികടക്കാനായിട്ട് പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മതിലടക്കം ചാടി മന്ത്രിയുടെ വസതിയിലേക്ക് എത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ഒരു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നൊരു സാഹചര്യമുണ്ടായത്. മന്ത്രിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. ഈ ഒരു 2-3 ദിവസമായി മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായാലും BJPയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നായാലും എല്ലാം നടക്കുന്നത്. ഈ നിലവിൽ ഇപ്പോൾ മന്ത്രിക്ക് സുരക്ഷയടക്കം കൂട്ടിയിരിക്കുന്ന ഒരു